ബസ് 2021 നവംബർ 1-ാം തീയതി ആരംഭിച്ച് ഇത്രയും നാൾ പിന്നിട്ടപ്പോൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. അത് മൂന്നാറിലും ഈ മാസം തന്നെ എറണാകുളത്തും ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ സർവീസുകൾ ആരംഭിക്കും. ആളുകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു സർവീസാണ് ഡബിൾ ഡെക്കർ ബസ്. തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ മൂന്നാറിൽ നിന്നും പൂപ്പാറ റൂട്ടിൽ ഗ്യാപ്പ് റോഡിലൂടെയാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ മറ്റൊരു ഡബിൾ ഡെക്കർ ബസ് എറണാകുളത്തു നിന്നും തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി റൂട്ടിൽ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കുന്നുണ്ട്. ആ ബസ് എറണാകുളത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ടൂറിസം മേഖല ഈ വരുന്ന മധ്യവേനൽ അവധി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ആഘോഷമാക്കുന്നതിനുള്ള ഒരു നടപടിയാണ് KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. KSRTC ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിരത്തിലിറക്കിയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ച ഈ സാഹചര്യത്തിൽ കൂത്താട്ടുകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ബസ്സിന് സ്വീകരണം നൽകുന്ന ചടങ്ങാണിത്. നമുക്കറിയാം, KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി എല്ലാ വിഭാഗം ജനങ്ങളും സർവാത്മന സ്വീകരിച്ച ഒരു കാര്യമാണ്. അനേകം ആളുകൾ ഈ KSRTC ബസ് ഉപയോഗിച്ച് നമ്മുടെ പ്രകൃതിരമണീയമായ നാട്ടിൻപുറങ്ങളും മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയും ഒക്കെ സന്ദർശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബസ്സിലിരുന്ന് തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡബിൾ ഡെക്കർ നിരത്തിലിറക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ സ്റ്റാഫിനെയും അതുപോലെ KSRTCയുടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രിയപ്പെട്ട മന്ത്രിയെയും ഒക്കെ നഗരസഭയുടെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്.